അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛനോ? അച്ഛൻ മരിച്ചുപോയി. അപ്പോ എനിക്ക് മമ്മിയില്ല, ആന്റിക്ക് അച്ഛനും ഇല്ല. ഒന്ന് കാറ് നിർത്തൂ. ഞാൻ ഹോസ്റ്റലിലേക്ക് പോകുന്നു. വീട്ടിൽ കയറിട്ട് പോയാ മതി. വേണ്ട മോളെ, നേരം പോയി. വരുന്നേ. ഇനി ഒരിക്കൽ വരാം. എന്നാ നാളെ വരുമോ? അയ്യോ, നാളെ ഞാൻ വീട്ടിൽ പോകും. എന്നാ തിരിച്ചു വരിക? തിങ്കളാഴ്ച. തിങ്കളാഴ്ച വരണം. തീർച്ചയായിട്ടും വരാം. മത്തായിച്ചേട്ടാ, ആന്റിയെ കൊണ്ടുപോയി ഹോസ്റ്റലിൽ വിട്ടിട്ട് വരണം. വേണ്ട മോളെ, നീ നടന്നു വെക്കൊള്ളാം. പോട്ടെ. ആന്റി, ടാറ്റാ. ടാറ്റാ. എന്താ വല്യമ്മേ? ലക്ഷ്മി കുട്ടിക്ക് തീരെ സുഖമില്ല. പ്രസവം അടുത്തിരിക്കുമല്ലേ, അതുകൊണ്ടാ. ഞാൻ തന്ന മരുന്ന് തന്നെ കൊടുത്തേരെ. വേറെ വിശേഷം വല്ലതും ഉണ്ടേലേ പിള്ളേരെ ആരെയെങ്കിലും ആശുപത്രിയിലേക്ക് പറഞ്ഞയച്ചേരെ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. മോർണിംഗ് ഡോക്ടർ. ശീല വരുന്ന വഴിയാ. ഏതായാലും കണി കൊള്ളാം. അറക്കണ്ട. ചാണകം വിശുദ്ധിയുടെ പ്രതീകമാണ്. പട്ടണത്തിൽ നിന്ന് വരുന്നതല്ലേ, വേണമെങ്കിൽ ചാണകവെള്ളം തളിച്ച് ഒന്ന് ശുദ്ധീകരിച്ചു കളയാം. എന്റെ മനസ്സിൽ ഒരഴുക്കുമില്ല, ശരീരത്തിലും. എന്തോ. ആ, ശീല അപ്പുറത്ത് തന്നിരിക്കും. ഞാൻ കൈ കഴുകിയിട്ട് അങ്ങോട്ട് വരാം. നീ എന്താ ഇവിടെ നിന്ന് കളഞ്ഞത്? ഡോക്ടർ സാർ എന്നാ പേര് മാറ്റിയത്? പേര് മാറ്റിയത്? ദേ നോക്കണം. ഡോക്ടർ കൗതമൻ. കൗ പശു, തമൻ പ്രിയപ്പെട്ടവൻ. പശുവിന് പ്രിയപ്പെട്ടവൻ, അതായത് കാള. നല്ല പേരാ കേട്ടോ. എവിടെ ആ കൈയൊന്ന് കാണട്ടെ. കാണട്ടടി. ഇത് ചുരണ്ടി ശരിപ്പെടുത്താൻ നീ ഒത്തിരി മെനക്കെട്ടലോടി കൊച്ചേ. വല്ലപ്പോഴും എന്റെ പുറം ചൊറിഞ്ഞു തരാനുള്ള ഈ നഖം കൊണ്ട് നീ എന്തിനാ പണി ചെയ്തത്? വാ. നിനക്ക് എത്ര ദിവസത്തെ ലീവുണ്ട്? ലീവൊന്നുമില്ല, തിങ്കളാഴ്ച പോണം. പിന്നെ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? അത് കൊള്ളാം. ജോയിൻ ചെയ്തിട്ട് 2 ആഴ്ചയായുള്ളൂ. അതിനുള്ളിൽ ലീവ് എടുക്കാൻ പറ്റുമോ? നീ പോയതിനു ശേഷം ഒരു രസവുമില്ല. ലൈഫ് ആകെ ബോറായി. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? വിവാഹം കഴിയുന്നവരെ സഹിക്കാതെ പറ്റില്ലല്ലോ. ഉച്ചയ്ക്ക് ഉണ്ണാൻ വീട്ടിലേക്ക് വരുമോ? ഇന്ന് ഒരുപാട് പേഷ്യൻസ് വരുന്ന ദിവസമാ. വൈകിട്ട് വരാം. ഒരു പേഷ്യന്റ് വിളിക്കുന്നു. അതൊരു ഡെലിവറി കേസാ. 3-4 ദിവസമായിട്ട് പെൻഡിങ്ങിലാ. എന്നാ വേഗം ചെല്ല്, ഞാൻ പോണു. അമ്മേ, മോളോ? നീ കരഞ്ഞ
കല്യാണത്തിന് ഒരു എഴുത്ത് പോലും അയച്ചില്ലല്ലോടി. അമ്മയെ കണ്ടിട്ട് 2 ആഴ്ചയായില്ലേ, ഓടി വന്ന് കണ്ടേച്ച് പോവാന്ന് കരുതി. നീ വാ. അമ്മ അവിയല് നന്നായിട്ടുണ്ട്, കുറച്ചുകൂടി ഇടമേ. നിനക്കവിടെ ആഹാരമൊന്നും കിട്ടുന്നില്ലേ? ഹോസ്റ്റലിൽ റേഷൻ അല്ലേ അമ്മേ? കാലത്ത് 3 ഇഡ്ഡലി, ഇതാ ഇത്ര സാമ്പാർ. ഉച്ചയ്ക്കോ? ഉച്ചയ്ക്ക് ഊണ്, എന്തെങ്കിലും 2 തരം കറി. നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റില്ലല്ലോ. അതാ നീ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നത്. ജോലിയൊക്കെ എങ്ങനെയുണ്ട് മോളെ? ജോലിയൊക്കെ പരമസുഖ അമ്മ. പിന്നെ ഞങ്ങളുടെ ബോസിനൊരു മോളുണ്ട്, എന്ത് സ്മാർട്ടാണെന്നോ. ബോസ് എന്നാണോ നിന്റെ മുതലാളിയുടെ പേര്? അയ്യോ എന്റെ അമ്മേ, ബോസ് എന്ന് പറഞ്ഞാൽ മുതലാളി എന്നാ അർത്ഥം. അതെയോ? ഓരോരോ ഭാഷകളെ. അമ്മയ്ക്ക് ഇതൊക്കെ അറിയാമോ മോളെ? മുതലാളിക്ക് ഒരു കുട്ടി മാത്രമേ ഉള്ളോ? അതെ, എന്ത് നല്ല കുട്ടിയാണെന്നോ. ശ്രീമോൾ എന്നാ പേര്. പാവം കുട്ടി. അമ്മയുടെ സ്നേഹം എന്താണെന്ന് അവൾ അറിഞ്ഞിട്ടില്ല. അതെന്താ? അവളെ പ്രസവിച്ച 5-ാം ദിവസം അമ്മ മരിച്ചു. മുതലാളിയെ സൂക്ഷിക്കണം. ഒന്ന് പോകേട്ടാ. കല്യാണം കഴിഞ്ഞ് 2 വർഷം തികയുന്നതിന് മുമ്പ് ഭാര്യ മരിച്ചു. ടിൽ നൗ നോ സെക്കൻഡ് മാരേജ്. ചെറുപ്പക്കാരൻ സുമുഖൻ, സുന്ദരിയായ ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് തൊട്ടു മുന്നിൽ. മനസ്സിലൊരു കൊച്ചു തീപ്പൊരി വീണാ പോരെ? ഒരു തീപ്പൊരിയും വീഴില്ല. സാറ് വളരെ നല്ലയാളാ. ഇൻഡീസെന്റ് ആയിട്ട് ഇന്ന് വരെ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. അതെ, പേഴ്സണൽ അസിസ്റ്റന്റിനോട് പേഴ്സണൽ കാര്യങ്ങളൊന്നും ചോദിക്കാറില്ലേ? ചോദിക്കാറുണ്ട്. പക്ഷെ സാറല്ല, സാറിന്റെ മോളാ. എന്തൊരു ചുണക്കുട്ടിയാണെന്നറിയാമോ? ഞാൻ ജോയിൻ ചെയ്ത ദിവസം അവൾ എന്നെ ഒന്ന് വരട്ടി. നീ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോഴേ ഞാൻ വരണ്ടിരിക്കുക. കാര്യം? തീപ്പൊരി തന്നെ. വലിയ നഗരം, വലിയ വലിയ ആളുകൾ, പിന്നെ പെണ്ണിന്റെ മനസ്സല്ലേ. മണ്ണിനെ നമ്പലാം, ആന പെണ്ണിനെ നമ്പക്കൂടാതെ എന്നാ പണ്ടേതോ പാണ്ടിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. എന്താ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും? മൃഗങ്ങളുമായിട്ടല്ലേ സഹവാസം, അതുകൊണ്ട് മനുഷ്യന്റെ മനസ്സ് ഗൗതമേട്ടന് നഷ്ടപ്പെട്ടു എന്നാ എനിക്ക് തോന്നുന്നത്. എടി ബുദ്ധൂസേ, മനുഷ്യനേക്കാൾ വിശ്വസിക്കാവുന്ന മൃഗങ്ങളെയാണ്. അതൊരിക്കലും പെണ്ണിൽ നിന്ന് കുത്തില്ല. നട തുറന്നു, നമുക്കൊന്ന് അമ്പലത്തിൽ കയറിയിട്ട് പോവാം. കൊച്ചിലെ മുതലുള്ള നിന്റെ ഭക്തിപ്രാന്ത് ഇതുവരെ മാറിയില്ലേ? അതൊരിക്കലും മാറില്ല ചേട്ടാ. ഞാൻ എപ്പോ വിളിച്ചാലും ദേവി വിളി കേൾക്കും. എന്നാ നീ പോയി വിളിച്ചിട്ട് വാ, ഞാൻ ഇവിടെ ഒന്ന് വിളിച്ചോളാം.